പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യവും ഞങ്ങളോട് കൂടി വസിക്കുന്ന ഈശോയെ, ഈ വെള്ളിയാഴ്ച ത്യാഗത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ഞങ്ങൾ അങ്ങയുടെ മുൻപിലായിരിക്കുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ഏകരക്ഷകൻ, ഞങ്ങളുടെ ഹൃദയം കാത്തു കഴിയുന്നവൻ. അങ്ങയിൽ മാത്രമാണ് ഞങ്ങളുടെ ഏകാശ്രയം എന്നേറ്റു പറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ നിശബ്ദമായിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഹൃദയം മുഴുവനും ഇപ്പോൾ അങ്ങയുടെ തിരുമുൻപിൽ ചൊരിയുന്ന ഈ പുണ്യനിമിഷം, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളുടെ മേലും, അവരുടെ കുടുംബത്തിൻ്റെ മേലും, ആ ദേശത്തിൻ്റെ മേലും അങ്ങയുടെ ആത്മാവിനെ അയച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ ചൊരിയുവാൻ ഇരുകരങ്ങൾ നീട്ടി ഞങ്ങളെ മാടി വിളിക്കുന്ന ദിവ്യകാരുണ്യനാഥന ഈശോയുടെ മുൻപിൽ മക്കളെ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, എല്ലാ നിയോഗങ്ങളും, സങ്കടങ്ങളും, സന്തോഷങ്ങളും, ദുഃഖങ്ങളും, നിരാശകളും ഇതാ ഈ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇവിടെ മാത്രമാണ് നമ്മുടെ ഏകരക്ഷ. യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ ഏകരക്ഷകനെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട്, അധരം കൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ സമയം മുഴുവനും നമുക്ക് യേശുവിൽ ആനന്ദിക്കുക. നിൻ്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിപ്പിച്ചു തരും. സങ്കീർത്തനങ്ങൾ 37:4 അഭിഷേകം കൊണ്ട് ഈ നിമിഷം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് ഇരു കരങ്ങളും നീട്ടിപ്പിടിച്ചുകൊണ്ട് യേശുവേ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് നിശബ്ദമായി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്കിപ്പോൾ സമർപ്പിച്ചു കൊണ്ടിരിക്കാം. നിശബ്ദതയിൽ യേശുവിനോട് സംസാരിക്കാം. ശാന്തമാവുക. ഞാൻ ദൈവമാണെന്നറിയുക. നീ ശാന്തമായിരുന്നാൽ മതി, ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാട് 14:14 അഭിഷേകം. ശാന്തമായിരിക്കുക. ഞാൻ ദൈവമാണെന്നറിയുക.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.